ബിഗ് ബോസ് മലയാളം സീസൺ 7 ആര്യൻ അനുമോളെ തല്ലാൻ പോയതിൻ്റെ യഥാർത്ഥ കാരണമാണ് പറയുന്നത്. അതായത് പുതപ്പിനടിയിൽ ആര്യനും ജിസേലും മറ്റ് ചില കുൽസിത പ്രവർത്തികളിൽ ഏർപ്പെട്ടു എന്നാണ് അനുമോൾ പറയുന്നത്. അതിന് അനുമോൾ തെളിവായിട്ട് പറയുന്നത്, പണ്ട് ആര്യൻ അനുമോളുടെ കിറ്റ് എടുത്ത് എറിഞ്ഞ സമയത്ത് അനുമോൾ അത് ചോദിക്കാൻ വേണ്ടി ഇവരുടെ ബെഡ് സ്പേസിലേക്ക് പോകുന്നുണ്ട്. അപ്പോൾ അവിടെ പുതപ്പ് മാറ്റി നോക്കിയപ്പോൾ ഇവരെല്ലാവരും ചെയ്യുന്നത് പോലെ സംസാരിക്കുകയായിരുന്നില്ല. ആ പുതപ്പിനുള്ളിൽ മറ്റ് പല പ്രവൃത്തികളും മറ്റ് പല പരിപാടികളും അവർ ചെയ്തു എന്നുള്ള കാര്യം അനു വ്യക്തമാക്കുന്നുണ്ട്. അപ്പോൾ വൈൽഡ് കാർഡ് എൻട്രീസ് വന്നപ്പോൾ മസ്താനിയും ഇത് ശരിവെച്ചു. കാര്യം ലൈവ് കാണുന്നവർക്കറിയാം, എപ്പോഴും ഇവർ രണ്ടുപേരും പുതപ്പിനടിയിലാണ്. പ്രവീണും പറഞ്ഞു, മാർക്കറ്റിംഗ് മല്ലു എന്നറിയപ്പെടുന്ന പ്രവീണും ഇത് പറയുന്നുണ്ട്. ഇവർ പുതപ്പിനടിയിൽ കിടന്ന് എന്താണ് ചെയ്യുന്നത്, അവിടെ എന്താണ് ഇവരുടെ പ്രവൃത്തി എന്നുള്ളത് അവിടെ ഒരു വലിയ ചോദ്യമായിരുന്നു. അപ്പോൾ ഇത് അനുവിൻ്റെ മനസ്സിലുണ്ട്. കാര്യം അനു അന്ന് പുതപ്പ് മാറ്റി നോക്കിയപ്പോൾ അവരവിടെ എന്തോ ചെയ്യുകയുണ്ടായിരുന്നു. എന്നാൽ ഈ ആര്യന് പുറത്തൊരു കരിയറും ഒരു ലൈഫും ഉള്ളതുകൊണ്ട് അനു അത് പുറത്ത് പറയാത്തതാണ്. എന്നെങ്കിലും ഒരു അവസരത്തിൽ ആര്യന് നേരെ ഉടക്കേണ്ടി വന്നാൽ അന്ന് പൊട്ടിക്കാൻ വേണ്ടി വെച്ച ബോംബായിരുന്നു അനുമോൾ ഇന്ന് പൊട്ടിച്ചത്. അങ്ങനെ ഇന്ന് ആ വഴക്ക് ഉള്ള ദിവസം വന്നെത്തി. ആര്യനും അനുവും തമ്മിൽ ഭയങ്കരമായ വഴക്കായി. അന്നേരം അനു പറയുന്നുണ്ട്, പുറത്ത് നിൻ്റെ ലൈഫ് പോവും എന്ന് വിചാരിച്ചാണ് ഇത്രയും നാളെ ഞാൻ പറയാത്തത്. നിങ്ങൾ രണ്ടുപേരും തമ്മിൽ, അതായത് നീയും ജിസേലും തമ്മിൽ, ആര്യനും ജിസേലും തമ്മിൽ പുതപ്പിനടിയിൽ എന്തായിരുന്നു എന്ന് എനിക്കറിയാം. നിങ്ങൾ അതിൻ്റെ അകത്ത് കാണിച്ച പ്രവർത്തികൾ ഞാൻ കണ്ടിട്ടുണ്ട് എന്ന് തുറന്നടിക്കുകയാണ്. അത് കേട്ട് ട്രിഗറായിട്ടാണ് നമ്മുടെ ആര്യൻ അനുമോളെ അടിക്കാൻ പോകുന്നത്. അനുമോളെ അടിച്ചോന്നറിയാൻ വയ്യ. കാര്യം അവിടെ അത്രയും പേര് നിൽക്കുന്നതുകൊണ്ട് തന്നെ അവിടെ ഉള്ള ആൾക്കാർ പിടിച്ചു മാറ്റാനുള്ള പോസിബിലിറ്റി കൂടുതലാണ്. അതുകൊണ്ട് എന്തായാലും അടിക്കത്തില്ല. പക്ഷേ വളരെ അനുമോൾ ഓടുന്നൊക്കെ ഉണ്ട്. അനുമോളെ അടിക്കാൻ ഒട്ടിക്കുകയാണ് നമ്മുടെ ആര്യൻ. എന്തായാലും സംഗതി വേറെ ലെവലാണ്. കാര്യം വൈൽഡ് കാർഡായിട്ട് വന്ന ആൾക്കാർ ഉൾപ്പെടെ അത് ശരിവെച്ചു. ഇന്നും പ്രവീൺ പറയുന്ന കേട്ടു, നീ ഈ പുതപ്പിൻ്റെ അടിയിൽ ജിസയിലുമായിട്ട് കിടക്കുന്നതല്ലാതെ വേറെ എന്ത് കണ്ടൻറ്റാണ് ഈ വീട്ടിൽ കൊടുക്കുന്നത് എന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും ബിഗ് ബോസുമായി ബന്ധപ്പെട്ട കൂടുതൽ അപ്ഡേറ്റുകൾ അറിയാൻ വേണ്ടി നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.